ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു സാലറീഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള തീരുമാനം ശരിയോ തെറ്റോ? 12 LPA ഉള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അതായത് മാസം 1 ലക്ഷം രൂപ വെച്ച് 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തില് ജോലി രാജിവെച്ച് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. അതില് 10 ലക്ഷം രൂപ സീഡായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു വർഷത്തിന് ശേഷം ആ സ്റ്റാർട്ടപ്പ് ഒരു 8 ലക്ഷം രൂപ ലാഭത്തിലേക്ക് എത്തുകയാണ്. ഈ തീരുമാനം സാധാരണക്കാരനെ സംബന്ധിച്ച് ശരിയാണോ തെറ്റാണോ? വിശദമാക്കി തരാം. ഇതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അനലൈസിസ് എന്ന് പറയാം. 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ 2 ലക്ഷം രൂപ ലോസ് വന്നു. പ്ലസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വർഷം നിങ്ങൾക്ക് കിട്ടുന്നത് 12 ലക്ഷം രൂപ. ടോട്ടൽ ലോസ് 14 ലക്ഷം രൂപ. ഇപ്പൊ ഈ പറഞ്ഞത് ഈ ഒരു കൊല്ലം കൊണ്ട് ഈ സ്റ്റാർട്ടപ്പ് ലാഭത്തിലാവുന്ന കഥയാണ്. ഇന്ത്യയില് 90% സ്റ്റാർട്ടപ്പുകളും ലാഭത്തിലല്ല. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം സ്റ്റാർട്ടപ്പ് സംരംഭകര് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ഉണ്ടാവുന്നത് എന്ന് വെച്ച് സ്റ്റാർട്ടപ്പുകൾ വരുന്നതിന് ഒരു കുറവില്ല. നിങ്ങളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സംരംഭകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് റിസ്ക് എടുക്കാനുള്ള മനോഭാവവും പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു മനസ്സും ഒരു ചങ്കുറ്റുള്ള ഒരു എന്റർപ്രണർ ആണെന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്റെ കൂടെ കൂടാം. അതിന് നിങ്ങളുടെ പ്രൊജക്ട് ഫണ്ട് റേസിംഗ് ആയിക്കോട്ടെ, സ്കെയിലപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വൃത്തിയായി കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വരുന്ന 28-ാം തീയതി നിങ്ങൾക്ക് എന്റെ കൂടെ കൂടാം. കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്റ്റാർട്ടപ്പ് എന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും.